കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ, അത് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്തെല്ലാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ അസുഖങ്ങളും ആ അസുഖങ്ങളുടെ സ്വഭാവം, അതിൻ്റെ പകരുന്ന രീതി, അതിൻ്റെ രോഗാണു ലക്ഷണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പം എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് ആദ്യം പഠിച്ചു പോകും അല്ലേ. സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അവിടെ നിന്ന് പഠിച്ചു പോവാം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഡിസീസ് ഈസ് വൺ ദാറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആൻഡ് ഈസ് കോൾഡ് ബൈ ആൻ ഇൻഫെഷ്യസ് ഏജന്റ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം എ സോഴ്സ് ഓർ റിസർവോയർ ടു എ സസെപ്റ്റബിൾ ഹോസ്റ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പം എന്താണത്? ഒന്ന് ലളിതമായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ, രോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗങ്ങളിലൂടെയോ ഈ രോഗാണുക്കൾ മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിക്കുകയും ആ വ്യക്തിയിലും രോഗമുണ്ടാക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രോഗബാധിതമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ആണ് രോഗാണുക്കൾ മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്. അപ്പം ഈ പകരുന്നതിന് ഇപ്പം ഈ രോഗം പകരുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതികൾ വ്യത്യാസങ്ങളുണ്ട്. പല പല ടൈപ്പിലാണ് ഓരോ രോഗങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്. അപ്പം ആ വഴിയിലൂടെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതിൻ്റെ ടൈപ്പുകളിലൂടെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. എങ്ങനെയാണ്? നമ്മളതിൻ്റെ എപ്പിഡെമിയോളജിയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ട്രാൻസ്മിഷൻ റൂട്ടുകളുടെ ആണ് പറഞ്ഞിരിക്കുന്നത്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, സൂണോസിസ് ഉണ്ട്, സർഫസ് ഇൻഫെക്ഷൻ ഉണ്ട്, എമർജിങ് ആൻഡ് റീ എമർജിങ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ട്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത്തരം ഈ കാറ്റഗറിയിലുള്ള അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് രോഗാണുക്കൾ പകരുന്നത് വഴിയാണ് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്നതും അസുഖങ്ങൾ പകരുന്നതും ചെയ്യുന്നത്. അപ്പം ഈ അസുഖങ്ങൾക്ക് പ്രധാനമായിട്ട് 3 ഘടകങ്ങളുണ്ട്. ആ 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. അതിനകത്ത് നമുക്ക് ഒരു സോഴ്സ് ഉണ്ടാവണം അല്ലേ. ആദ്യം രോഗാണുക്കളുടെ ഒരു സോഴ്സാണ് ഉണ്ടാവുന്നത്. ആ ഒരു സോഴ്സ് എപ്പോഴും രോഗബാധിതമായിട്ടുള്ള ആൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ രോഗാണുക്കളുള്ള മറ്റ് വസ്തുക്കൾ, ഇനാനിമേറ്റ് പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതായിരിക്കും അസുഖങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത്. രോഗാണു ഉണ്ടാവുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മറ്റ് വസ്തുക്കളോ, അത് നമുക്ക് ഒരു സോഴ്സായിട്ട് കാണാം. ഇനി രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷനാണ് വരുന്നത്. മറ്റുള്ള ഒരാളിലേക്ക് ഇത് വ്യാപിക്കുന്ന മാർഗമാണ് നമ്മൾ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ പറയുന്നത്. അത് ഒന്നുകിൽ നേരിട്ടുള്ള സമ്പർക്കം വഴിയാകാം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് വായുവോ വെള്ളമോ അതുപോലെ തന്നെ ഫുഡ്, അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങൾ, ഡസ്റ്റ് വഴിയൊക്കെ അസുഖങ്ങൾ പടരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ആർത്രോപോഡ്, ചില പ്രാണികൾ വഴിയൊക്കെ അസുഖങ്ങൾ പടരുന്നുണ്ട്. മൃഗങ്ങൾ വഴി, പക്ഷികൾ വഴിയൊക്കെ അസുഖങ്ങൾ പടരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ അതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. രോഗാണുക്കൾ മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്ന മാർഗമാണ് റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, അതിൽ നമുക്കൊരു പ്രത്യേക ഘടകം എന്ന് പറയുന്നത്, ആ പ്രത്യേക രോഗം പിടിപെടാൻ സാധ്യതയുള്ള ആതിഥേയൻ അല്ലേ, നമ്മളതിനെ സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറയും. ആ പ്രത്യേക അസുഖം പിടിപെടാൻ സാധ്യതയുള്ള വ്യക്തിയെ നമുക്ക് സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് കൂടി പറയാം. ഇത്തരം വ്യക്തികളിലേക്കാവും ഈ അസുഖങ്ങൾ പെട്ടെന്ന് വ്യാപിക്കുന്നത്. കാരണം ആ വ്യക്തി ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് കുറച്ച് വീക്കായിട്ടുള്ള അവസ്ഥയിലാവും. ഇത്തരം ആളുകളിലേക്കൊക്കെ ഈ അസുഖങ്ങൾ പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട്.
ഈ മൂന്ന് ഘടകങ്ങൾ സോഴ്സ്, റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ, ഹോസ്റ്റ്, സസെപ്റ്റബിൾ ഹോസ്റ്റ്, ഈ മൂന്ന് ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിനെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പം ഹോസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചു, അതിൻ്റെ സോഴ്സ് പഠിച്ചു. എൻവയോൺമെൻറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ അസുഖം പടരാനുള്ള ഈ ഒരു ചെയിനിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ മോഡുകൾ ഏതൊക്കെയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതിൻ്റെ ട്രാൻസ്മിഷൻ ഏതൊക്കെ തരത്തിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കത് നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഉണ്ട്. നേരിട്ടോ അല്ലാതെയോ അസുഖങ്ങൾ പടരാം. അതിൽ തന്നെ വിവിധ സബ് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ, ട്രാൻസ്മിഷനിലാണെങ്കിൽ അനിമേറ്റ്, ബയോളജിക്കൽ വെക്ടർ ബോൺ ഡിസീസുകളൊക്കെ അനിമേറ്റ് ആണ് വരുന്നത്. അത് ഇൻഡയറക്റ്റാണ് വരുന്നത്. അത് ഇൻഡയറക്റ്റ് പറഞ്ഞാൽ ഒരു വെഹിക്കിൾ ട്രാൻസ്മിറ്റഡ് ആണ്, വെഹിക്കിൾ ബോൺ ഡിസീസാണ് അതിനകത്ത് വരുന്നത്. മറ്റേ ഈ നമ്മളിൻ്റെ അടുത്ത് ഇന്നാനിമേറ്റ് ആണെന്ന് പറയുമ്പോൾ ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അസുഖങ്ങൾ പടർത്തും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ ഉണ്ട്, ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്മിഷൻ മോഡുകളിൽ വരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത്, ഇപ്പം നമ്മൾ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഇൻറ്റെസ്റ്റൈനൽ ഇൻഫെക്ഷൻ, ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ, ഇൻഫെക്ഷനുകളും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് നോക്കിയല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കാരണങ്ങളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് വൈറൽ ഡിസീസുകളുണ്ട്. എങ്ങനെയാണ് വരുന്നത്? വൈറൽ ഡിസീസുകൾ വരുമ്പോൾ എങ്ങനെയാണ്? ഈ അതിസൂക്ഷ്മ രോഗാണുക്കളാണ്, വൈറസുകളാണ്, അതിസൂക്ഷ്മമായിട്ടുള്ള രോഗാണുക്കളാണ് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്, വൈറൽ ഡിസീസുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിന് ഉദാഹരണം ഇപ്പം കോമൺ കോൾഡ്, ജലദോഷം, അതുപോലെ തന്നെ പോളിയോമൈലൈറ്റിസ്, മീസിൽസ്, ചിക്കൻ പോക്സ്, ഈ അസുഖങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വൈറൽ ഡിസീസുകളിലാണ് വരുന്നത്. അപ്പം ഒരു സെക്ഷൻ വരുന്നത് വൈറൽ ഡിസീസ് വരുന്നുണ്ട്. അടുത്തത് വരുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എന്താണ്? വൈറസ് പറയുമ്പോൾ അതിസൂക്ഷ്മ രോഗാണുക്കളും, ബാക്ടീരിയ എന്ന് പറയുമ്പോൾ സൂക്ഷ്മ രോഗാണുക്കളുമാണ് പറയുന്നത്. അപ്പം സൂക്ഷ്മ രോഗാണുക്കൾ തമ്മിൽ അത് പരത്തുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? കോളറ, ടൈഫോയിഡ്, TB, അതുപോലെ തന്നെ ടെറ്റനസ്, ഫുഡ് പോയ്സൺ, ആന്ത്രാക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ, ലെപ്രസി, ന്യൂമോണിയ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ബാക്ടീരിയലായിട്ട് വരുന്ന അസുഖങ്ങളാണ്, ബാക്ടീരിയൽ ഡിസീസുകളാണ്. അപ്പം ആദ്യത്തേത് വൈറൽ ഡിസീസ്, രണ്ടാമത്തേത് ബാക്ടീരിയൽ ഡിസീസ്. ഇനി അടുത്തത് വരുന്നത് ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അല്ലേ. സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഫംഗസിലായിട്ട്, പൂപ്പൽ രോഗങ്ങളായിട്ട് വരുന്നുണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ. ഇനി പ്രോട്ടോസോവൻ വരുന്നുണ്ട്, പ്രോട്ടോസോവലായിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. മലേറിയ, കലാസാർ, ഇത്തരം അസുഖങ്ങളൊക്കെ പ്രോട്ടോസോവലായിട്ട് വരുന്നുണ്ട്. വേംസ് വഴി അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലേ, വേംസ് വഴി അസുഖങ്ങൾ വരുന്നുണ്ട്. അത് ഇൻറ്റെസ്റ്റൈനൽ ഇൻഫെക്ഷനുകളും അത്തരം കാര്യങ്ങളൊക്കെ വേംസ് വഴി വരുന്നുണ്ട്. ഇനി ഒരു ടൈപ്പ് ഉള്ളത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വരുന്നുണ്ട്. ഏകകോശജീവികൾ വഴി അസുഖങ്ങൾ പടരുന്നുണ്ട്. അതിൽ ഇപ്പം നമുക്കിപ്പോൾ യൂണിസെല്ലുലാറിൽ വരുമ്പോൾ അതിന് ഉദാഹരണം ഇപ്പോൾ മലേറിയ അതിൽ വരുന്നതാണ്, യൂണിസെല്ലുലാറിൽ വരുന്നതാണ്, അതിൻ്റെ ഒരു ടൈപ്പാണ്. പിന്നെ അതുപോലെ അമീബിയാസിസും ഈ ഗണത്തിൽ വരുന്നതാണ്, ഈ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഡിസീസിൽ വരുന്ന ഏകകോശജീവികൾ പരത്തുന്ന അസുഖങ്ങളാണ് വരുന്നത്. ഇനി അതിൻ്റെ പോലെ തന്നെ ഇപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ട് അല്ലേ, ബഹുകോശജീവികൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അത് നമുക്ക് അതിനകത്തേക്ക് വരുമ്പോൾ മന്ത് രോഗം, അതുപോലെ തന്നെ ഈ വിരശല്യം ഒക്കെ ഇല്ലേ, ഇത്തരം വേംസിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഇതേപോലത്തെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വഴിയാണ് അസുഖങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞത്, കോസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് പറഞ്ഞത്. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ, പ്രോട്ടോസോവൽ, പിന്നെ അതേപോലെ തന്നെ വേംസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്.
അല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായിട്ടും 2 അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് സ്മോൾ പോക്സും അതേപോലെ തന്നെ ചിക്കൻ പോക്സും 2 അസുഖത്തെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വസൂരി രോഗം എന്നൊക്കെ മുന്നേ അറിയപ്പെടുന്ന ഇതാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. സ്മോൾ പോക്സും അതേപോലെ തന്നെ ചിക്കൻ പോക്സും അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കാറ്റഗറിയിലുള്ള 2 അസുഖങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതിന് കാരണമാവുന്ന അതിൻ്റെ ബൈ ജേംസുകളാണ്. വൈറസ്, ബാക്ടീരിയ ആൻഡ് പത്തജനിക് ആയിട്ടുള്ള മൈക്രോബ്സും കാര്യങ്ങളൊക്കെയാണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷനിൽ വരുന്നത്. അത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെ വരുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്ത് ലങ്സ് വരുന്നുണ്ട്, ത്രോട്ട് വരുന്നുണ്ട്, എയർ വെയ്സ് വരുന്നുണ്ട്. ഇതുവഴിയാണ് ഈ അസുഖങ്ങൾ വരുന്നത്. ഇപ്പം ഈ എയർവേസ് ക്യാൻ ഓഫൺ ബി സ്പ്രെഡ് ത്രൂ മ്യൂക്കസ് ഓർ സലൈവ. ഇതുവഴി നമുക്ക് അസുഖങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് പകരാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കുള്ളിൽ. അത് അത്രയും ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ് വഴി പടരുന്ന അസുഖങ്ങളാണ് ഇത്തരം അസുഖങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ 2 അസുഖങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് സ്മോൾ പോക്സ് എന്താണെന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട നോട്ടുകൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള രീതിയിൽ വേണം ഈ പോയിന്റുകളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം പഠിച്ചു പോകാൻ. അപ്പം സ്മോൾ പോക്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പം സ്മോൾ പോക്സിൽ എന്താ പറയുന്നത്? സ്മോൾ പോക്സിനകത്ത് നമ്മളത് അതിൻ്റെ ഫസ്റ്റിലെ നമുക്ക് അതിൻ്റെ നോട്ട് വായിക്കുമ്പോൾ തന്നെ അറിയാം, അക്യൂട്ട് ഇൻഫെഷ്യസ് ഡിസീസ് ആണ്. അക്യൂട്ട് ഇൻഫെഷ്യസ് ഡിസീസ് ആണ്. വളരെ പെട്ടെന്ന് ബാധിക്കാൻ ശേഷിയുള്ള അസുഖങ്ങളെയാണ് നമ്മൾ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് മറ്റുള്ള ആൾക്ക് പകരുന്നതിനും അസുഖബാധിതരാകാനും ശേഷിയുള്ളതാണ്. അത്തരം അസുഖങ്ങളെയാണ് നമ്മൾ പെട്ടെന്ന് വരുന്നത് അക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് വേറൊരു പേര് കൂടെ ഉണ്ട്, വാരിയോള എന്നും കൂടി നമ്മൾ അതിനെ ഈ സ്മോൾ പോക്സിനെ അറിയപ്പെടുന്നതാണ്. വാരിയോള എന്നും കൂടെ ഈ അസുഖത്തെ അറിയപ്പെടുന്നത്. അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാന്ന് പറയുന്നത് വാരിയോള വൈറസ് ആണ്. 2 ടൈപ്പ് ഉണ്ട്, മേജർ ഉണ്ട്, മൈനർ ഉണ്ട്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫെക്ഷസ് ഏജൻറ്റിനെ കോസറ്റീവ് ഓർഗാനിസത്തിനെ അതിൻ്റെ പേര് ഓർത്ത് വെച്ചാൽ മതി. വാരിയോള വൈറസ് ആണ് ഈ അസുഖം പടർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേര് നമ്മൾ വാരിയോള എന്നും കൂടെ നമുക്കതിനെ ഓർത്ത് വയ്ക്കാം. പണ്ടൊരു കാലത്ത് മുന്നേ കാലത്തൊക്കെ ഒരുപാട് ഭീതി പരത്തിയിരുന്ന ഒരു അസുഖമായിരുന്നു ഈ സ്മോൾ പോക്സ്. അതൊക്കെ വസൂരി രോഗം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്കൊക്കെ വളരെയധികം ഭീതി സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്കതിനെ കൃത്യമായിട്ട് അതിനെ നമ്മൾ എലിമിനേഷൻ ചെയ്തു. അതിനെ ഭൂമുഖത്ത് ഇപ്പം ഇല്ല, ഇപ്പം അസുഖങ്ങളൊന്നുമില്ല. അതിനൊക്കെ നമ്മളതിന് തീർത്തും അതിനെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ മെയിൻ റിസർവോയർ എന്താണ്? ഈ മനുഷ്യൻ തന്നെയാണ് അതിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത്. റിസർവോയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു റിസർവോയർ എന്താണ് റിസർവോയർ എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ തന്നെയാണ് സ്മോൾ പോക്സ് അസുഖത്തിൻ്റെ റിസർവോയറായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇൻഹേലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓർ എയറോസോൾസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി മൗത്ത് ഓഫ് സ്മോൾ പോക്സ് ഇൻഫെക്റ്റഡ് ഹ്യൂമൻസ്. ഓക്കെ, മനസ്സിലായോ? ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ് ഓർ എയറോസോൾ. സൂക്ഷ്മ കണികകളാണ് പറയുന്നത്. ഇൻഹലേഷനാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ വായുവിലൂടെ കയറിക്കൂടുന്ന ഡ്രോപ്ലെറ്റുകൾ, അതുപോലെ തന്നെ എയറോസോളും സൂക്ഷ്മ കണികകൾ. അതിനകത്ത് ഈ സ്മോൾ പോക്സിൻ്റെ ഈ വാരിയോള വൈറസ് ഉണ്ടാവും. ഈ വൈറസ് മറ്റൊരാൾ ഈ റൂട്ട് വഴി, ഏത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ്. റെസ്പിറേറ്ററി റൂട്ട് വഴി ശരീരത്തിലേക്ക് കയറി കൂടുന്ന ഈ വൈറസുകളാണ് ഇത്തരത്തിലുള്ള ഈ അസുഖം പടർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ് ഓർ എയറോസോൾ ഒറിജിനേറ്റിംഗ് ഫ്രം ദി മൗത്ത് ഓഫ് സ്മോൾ പോക്സ് ഇൻഫെക്റ്റഡ് ഹ്യൂമൻസ്. അസുഖബാധിതരായിരിക്കുന്ന വായിൽ നിന്ന് വരുന്ന ഈ സൂക്ഷ്മ കണികകൾ, എയറോസോളും അതുപോലെ ഡ്രോപ്ലെറ്റുകളെല്ലാം നമ്മൾ ശ്വസിക്കുന്നത് വഴി ഉള്ളിലേക്ക് അസുഖം പടരുന്നത്. അങ്ങനെയാണ് അസുഖം മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്.
ഇനി നമുക്ക് ഇൻക്യുബേഷൻ പീരീഡിലേക്ക് വരുമ്പോൾ 7 to 17 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 7 മുതൽ 17 ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി? അസുഖം മറ്റൊരാൾക്ക് പടരാൻ സാധ്യതയുള്ള സമയമാണ് പറയുന്നത്. എപ്പോഴാണ്? ഫ്രം ദി ഓൺസെറ്റ് ഓഫ് ഫീവർ അൺടിൽ all cruds have fallen off, usually 2 to 3 weeks. നമുക്ക് ഇതിൻ്റെ ഒരു ക്ലിനിക്കലായിട്ടുള്ള ഇതിലേക്ക് വരുമ്പോൾ ഈ അസുഖം മറ്റുള്ളവർക്ക് പടരാൻ സാധ്യതയുള്ള സമയം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് പറയുന്നത്? ഓൺ ദി ഓൺസെറ്റ് ഓഫ് ഫീവർ അണ്ടിൽ ഓൾ ക്രസ്റ്റ് ഹാവ് ഫാളൺ ഓഫ്. നമുക്ക് ഈ അസുഖം, ഈ വസൂരി രോഗം ഉണ്ടാവുമ്പോൾ നമുക്ക് അത് ഇനി പഠിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കുമിളകളുണ്ടാവും. ആ കുമിളകൾ പൊട്ടി അത് ഉണങ്ങി സ്കാറായിട്ട് അതിൻ്റെ ക്രസ്റ്റുകളെല്ലാം പൊഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴാണ് ഫാൾ എന്ന് പറയുന്നത്. ഹൗ ഫാളൻ ഓഫ്. അത് പൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയങ്ങളിലാണ് ഈ അസുഖം മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ളത്. അതിന് യൂഷ്വലി 2 to 3 weeks, 2 മുതൽ 3 ആഴ്ചക്കുള്ളിലാണ് ഈ അസുഖത്തിൻ്റെ കമ്മ്യൂണിക്കബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസ് ഫാറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 30 to 40% ആണ് കേസ് ഫാറ്റാലിറ്റി നിരക്ക്. കേസ് ഫാറ്റാലിറ്റി നിരക്ക് എന്ന് പറഞ്ഞാൽ ഈ അസുഖം ബാധിച്ച് മരണപ്പെടാൻ സാധ്യതയുള്ള പെർസെൻറ്റേജ് ആണ് പറയുന്നത് കേസ് ഫാറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അത് 30 to 40% ആണ്. അത്രയും ഭീകരമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു സ്മോൾ പോക്സ് അസുഖം. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ക്ലിനിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ ആണ്. അല്ലെ, പെട്ടെന്നുണ്ടാവുന്ന പനി, അതേപോലെ തന്നെ തലവേദന, നടുവേദന, വൊമിറ്റിംഗ്, ഇതൊക്കെ ചിലവർക്കൊക്കെ എന്താ പറയുക, കുട്ടികളിലേക്കൊക്കെ കൺവൾഷൻ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ ദിവസമാണ് ഓൺ ദി 3rd day ഓഫ് ഫീവർ എ ടിപ്പിക്കൽ റാഷ് അപ്പിയർ വിച്ച് ഈസ് സെൻട്രിഫ്യൂഗൽ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പാസസ് ത്രൂ സെൻസിറ്റീവ് സ്റ്റേജ് ഓഫ് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റ്യൂൾ ആൻഡ് സ്കാബ് വിത്ത് സബ്സിക്വൻറ്റ് സ്കാരിങ് എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്നുണ്ടാകുന്ന പനി, സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ, പെട്ടെന്ന് പനി ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു, ബാക്ക് പെയിൻ, ബാക്ക് ആക്ക് ഉണ്ടാകുന്നു, വോമിറ്റിംഗ്, അതുപോലെ തന്നെ കൺവെൻഷൻ, കുട്ടികളാകുമ്പോൾ കൺവൾഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടായിട്ട് മൂന്നാമത്തെ ദിവസം ശരീരത്തിൽ റാഷസുകൾ അപ്പിയർ ചെയ്യാൻ തുടങ്ങും. ചെറിയ, നമ്മൾക്ക് ആദ്യം കാണുമ്പോൾ ഒരു കളർ ചേഞ്ച് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അത് ഒരുപാടുണ്ടെങ്കിൽ അതിന് നമ്മൾ പാച്ചസ് എന്ന് പറയും. ഫസ്റ്റിൽ ചെറിയ ഒരു റെഡിഷ് കളറായിട്ട് ചെറിയ ഒരു കളർ ചേഞ്ച് ആണ് ഫസ്റ്റിലുണ്ടാകുന്നത്. നമുക്ക് പിന്നീട് അത് കുമിളകളായിട്ട് രൂപപ്പെടും. അതിൻ്റെ സ്റ്റേജാണ് പറയുന്നത് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റൂൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയി അവസാനം അത് പൊട്ടി അല്ലെങ്കിൽ ഉണങ്ങി അത് സ്കാബായിട്ട് രൂപപ്പെടും. എങ്ങനെ വരുന്നത്? സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം നമുക്ക് ഈ നെഞ്ചിലൂടെയാവും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈയിലാവും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അത് ശരീരത്തിൽ മൊത്തം വ്യാപിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള റാഷസുകളാണ് സ്മോൾ പോക്സിൻ്റെ റാഷസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൺഫേംഡ് കേസസ് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നതാണ്. 38.3 ഡിഗ്രിയിൽ എന്ന് പറഞ്ഞാൽ 101 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ പനി ഉണ്ടാവും. ഫീവറാണെന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ മലേസ് ആൻഡ് സിവിയർ പ്രോസ്റ്റേഷൻ വിത്ത് ഹെഡ് ഏക്ക്, ബാക്ക് പെയിൻ ഒക്കറിങ് 2 to 4 days ബിഫോർ ഓൺസെറ്റ് ഓഫ് റാഷ്. 2 മുതൽ 4 ദിവസം ഈ റാഷ് വരുന്നതിന് മുന്നേ ആണ് ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പനിയും അതുപോലെ തന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സബ്സിക്വന്റ് ഡെവലപ്മെന്റ് ഓഫ് മാക്യുലോ പാപ്പുലാർ റാഷസ് സ്റ്റാർട്ടിങ് ഓൺ ദി ഫേസ് ആൻഡ് ആംസ്. മുഖത്ത് നിന്ന് തുടങ്ങി കൈകളിലേക്ക് ആണ് ഈ റാഷസുകൾ ഉണ്ടാവുക. സ്പ്രെഡിങ് ടു ട്രങ്ക് ആൻഡ് ലങ്സ്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ച് ഭാഗത്ത് കൂടെ അത് സ്പ്രെഡ് ആവുന്നു, പിന്നെ കാലുകളിലേക്ക് ഉണ്ടാവുന്നു. ആൻഡ് ഇവോൾവിങ് വിത്തിൻ 48 hours ടു ഡീപ്പ് സീറ്റഡ്. ഇല്ലേ, 48 മണിക്കൂറിനകം ഇത് നമ്മുടെ ശരീരത്തിന് മൊത്തം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇത് വളരെ വ്യാപകമായിട്ട് ഇതേപോലെ റാഷസുകൾ ഉണ്ടാവും. ഫേം ആൻഡ് ഹാർഡ് ഇത് റൗണ്ട് വെൽ
circumscribed vesicle and later pustule which may become umbilicated or കോൺഫ്ലവൻ്റ് എന്ന് പറഞ്ഞത്. ഇത്തരം ഈ ഇപ്പം സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത് ഇതിൻ്റെ റാഷൻസുകൾ എന്ന് പറയുന്നത്. എവിടെ നിന്ന് മുഖത്ത് നിന്ന് തുടങ്ങിയിട്ട് അത് ഫോറാംസ് കൈകളിലേക്ക് എത്തി, പിന്നെ അത് നമ്മുടെ ട്രങ്ക്സ് നെഞ്ച് വഴി നമ്മുടെ ശരീരത്തിലെ കാലുകളിലേക്കൊക്കെ എത്തുന്നു. പിന്നീടാണ് അതിൻ്റെ ആ സ്റ്റേജിലേക്ക് മാറുന്നത്. മാക്യൂൾ, പാപ്പൂൾ, വെസിക്കിൾ, അതുപോലെ തന്നെ പെസ്റ്റൂൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേജുകളിലേക്ക് ആണ് ഇത് എത്തുന്നത്. കഠിനമായിട്ടുള്ള വേദനയും അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിലുണ്ടാവും. ഇനി എന്താ പറയുന്നത്, ലീഷൻ ദാറ്റ് അപ്പിയർ ഇൻ സം സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആർ പെസ്റ്റൂൾസ് ആണ് പറഞ്ഞത്. നമ്മളതിൻ്റെ ക്ലിനിക്കലായിട്ടുള്ള കൺഫേം കേസുകളാണ് പറയുന്നത്. കൺഫേംഡ് കേസ് സ്മോൾ പോക്സിൻ്റെ കൺഫേം ആയിട്ടുള്ള കേസുകളിലാണ് പറയുന്നത്. ലീഷൻ ദാറ്റ് അപ്പിയർ ദി സെയിം സ്റ്റേജ് ഡെവലപ്മെൻറ്റ് ആർ പസ്റ്റൂൾ. അത് പസ്റ്റൂളായിട്ട് ആ സെയിം സ്റ്റേജിൽ തന്നെ ആ സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡ്യൂറേഷൻ പറഞ്ഞാണല്ലേ 48 hours ശരീരത്തിൽ മൊത്തം ഈ റാഷുകൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അസുഖത്തെ നമ്മൾ കൺഫേം ചെയ്യുന്നത്, സ്മോൾ പോക്സ് ആണോ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സിംറ്റംസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ ആണ്, തലവേദന ഉണ്ടാവും, ബെക്കേക്ക് ഉണ്ടാവും, വോമിറ്റിംഗ്, അതുപോലെ തന്നെ കൺവെൻഷൻ കുട്ടികളിൽ ഉണ്ടാവും. മൂന്നാമത്തെ ദിവസം ഓൺ ദ തേർഡ് ഡേ ഓഫ് ഫീവർ ടിപ്പിക്കൽ റാഷസ് അപ്പയർ. സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടാവുക. അതിൻ്റെ സ്റ്റേജുകളാണ് പറഞ്ഞിരിക്കുന്നത്: മാക്യൂൾ, പാപ്പൂൾ, വെസിക്കിൾ, പെസ്റ്റൂൾ ആൻഡ് സ്കാബ് വിത്ത് സബ്സിക്വൻറ്റ് സ്കാരിങ് ആയിട്ട് ഉണ്ടാവുക. നല്ല വളരെ ഭീകരാവസ്ഥയിലാണ് ഇത്തരം റാഷുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലിനിക്കലായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി സ്മോൾ പോക്സിൻ്റെ ഇനി അടുത്ത് നമുക്കറിയാനുള്ളത് അതിൻ്റെ ഇറാഡിക്കേഷനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സാണ് പറയാനുള്ളത്. അപ്പോൾ ഇറാഡിക്കേഷനിൽ എന്തൊക്കെയാണ് ഇറാഡിക്കേഷൻ ഉണ്ടായിരിക്കുന്നത്? ലാസ്റ്റ് ഇൻഡിജീനിയസ് കേസ് ഇൻ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന ഇൻഡിജീനിയസ് കേസ് 1970 ബീഹാറിലാണ് അവസാനത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡിജീനിയസ് ആയിട്ട് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന കേസ് ലാസ്റ്റ് കേസായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ നമ്മളത് അപ്പം ഈ ഇൻഡിജിനസ് ആയിട്ടുള്ള കേസ് റിപ്പോർട്ട് ചെയ്തു, അതിന് നമ്മളത് ട്രീറ്റ് ചെയ്തു, അതിൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമാക്കി നമ്മൾ അപ്പോഴെ തന്നെ ഡിക്ലെയർ ചെയ്തു. ഇന്ത്യ വാസ് ഡിക്ലെയർഡ് സ്മോൾ പോക്സ് ഫ്രീ ഓൺ 5th July. മെയ് മാസത്തിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള കേസ് റിപ്പോർട്ട് ചെയ്തു. ജൂലൈ മാസം ആകുമ്പോൾ 5th July 1975 ഇന്ത്യ ഡിക്ലെയർ ചെയ്തു സ്മോൾ പോക്സ് ഫ്രീ എന്നുള്ളത് ഡിക്ലറേഷൻ 5th July ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഇത് എറാഡിക്കേഷൻ ഓഫ് സ്മോൾ പോക്സ് വാസ് കൺഫേംഡ് എവിടെയാണ്? ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്മീഷൻ കൺഫേം ചെയ്തിരിക്കുന്നത് 77 ഏപ്രിൽ 77 ഇന്റർനാഷണൽ ആയിട്ട് സ്മോൾ പോക്സ് എറാഡിക്കേഷൻ കൺഫേം ചെയ്തത്. ഇന്റർനാഷണൽ കമ്മീഷൻ സ്മോൾ പോക്സ് എറാഡിക്കേഷൻ കൺഫേം ചെയ്ത് 1977. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ്, വേൾഡിലെ ലാസ്റ്റ് കേസ് വന്നിരിക്കുന്നത് 1977 സൊമാലിയയിലാണ്. ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. ലാസ്റ്റ് കേസ് ഓഫ് സ്മോൾ പോക്സ് അത് ഉണ്ടായിരുന്നത് October 1977. മാസം കൂടി ഓർത്ത് വെക്കണം. 1977 ഏപ്രിലാണ് നമ്മൾ ഇത് മൊത്തം എറാഡിക്കേഷൻ കൺഫേം ചെയ്തത്. ലാസ്റ്റ് കേസ് ഉണ്ടായത് ഒക്ടോബർ മാസത്തിലാണ്, സൊമാലിയയിലാണ് ലാസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ഇനി എറാഡിക്കേഷൻ ഡിക്ലെയർഡ് ബൈ WHO ആണ് ഡിക്ലെയർ ചെയ്ത വർഷമാണ് 8th May 1980. ഓക്കെ, അപ്പം ഈ WHO പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് ഡിക്ലെയർ ചെയ്തു 1980 മെയ് മാസം 8 സ്മോൾ പോക്സ് ഫുള്ളി എറാഡിക്കേഷൻ ഡിക്ലെയർഡ് ബൈ WHO 8th May 1980 1980 സ്മോൾ പോക്സിൻ്റെ എറാഡിക്കേഷൻ WHO ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇത് തമ്മിൽ അങ്ങോട്ടും തെറ്റിപ്പോവരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്റർനാഷണൽ കമ്മീഷൻ എറാഡിക്കേഷൻ കൺഫേം ചെയ്തു. ഇന്റർനാഷണൽ കമ്മീഷനാണ് കൺഫേം ചെയ്തത്, WHO അല്ല. ഇന്റർനാഷണൽ കമ്മീഷൻ കൺഫേം ചെയ്ത് 1977 അത് ഇന്റർനാഷണൽ കമ്മീഷനാണ് അത് കൺഫേം ചെയ്തത്. പക്ഷേ WHO ഡിക്ലെയർ ചെയ്തത് 1980 മെയ് മാസം 8 WHO
സ്മോൾ പോക്സ് എറാഡിക്കേഷൻ ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, പരസ്പരം വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അടുത്ത അസുഖത്തിലേക്ക് നമുക്ക് പോവാം. ഇനി നമുക്ക് ചിക്കൻ ബോക്സ് എന്താണെന്ന് പഠിക്കാം. ചിക്കൻ ബോക്സിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ചിക്കൻ ബോക്സിന് നമുക്ക് അതിന്റെ കോസറ്റീവ് ഓർഗാനിസം വൈറസെല്ല സോസ്റ്റർ ആണ്. അപ്പം ചിക്കൻ ബോക്സിന് നമ്മൾ മറ്റൊരു പേരിലും കൂടെ നമ്മൾ വൈറസെല്ല എന്ന് കൂടെ അറിയപ്പെടാം. വൈറസെല്ല. ഓക്കെ, കോസറ്റീവ് ഓർഗാനിസം വരുന്നത് വൈറസെല്ല സോസ്റ്റർ വൈറസ് ആണ്. VZ ആണ് അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് എഴുതിയിരിക്കുന്നത്. അതിന് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഹ്യൂമൻ ഹെർപ്പസ് സോസ്റ്റർ, ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് എന്നും കൂടി വൈറസ് 3 എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഹ്യൂമൻ ഹെർപ്പസ് അത് ആൽഫയാണ്. ഹ്യൂമൻ ആൽഫ ഹെർപ്പസ് വൈറസ് 3 കൂടെ ഈ കോസറ്റീവ് ഓർഗാനിസത്തിന് അറിയപ്പെടുന്നുണ്ട്. ഇനി അതിൻ്റെ കേസ് ഫാറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 60,000 പേരിൽ ഒരാളാണ് അതിൻ്റെ കേസ് ഫാറ്റാലിറ്റി റേറ്റ് വരുന്നത്. അപ്പോൾ 1/60,000 ആണ് കേസ് ഫാറ്റാലിറ്റി റേറ്റ്. ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 14 to 16 days ആണ് നോർമലി ആയിട്ട് വരുന്ന ഇൻക്യുബേഷൻ പീരീഡ്. അത് നമുക്കത് 10 to 21 days വരെ, 7 to 21 days വരെ നമ്മളത് കേസുകൾ കണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ജനറലി ആയിട്ട് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 14 to 16 days ആണ്. ഇനി 10 മുതൽ 21 ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ള കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള റിസർവോയർ ഹ്യൂമൻ തന്നെയാണ് പ്രധാന റിസർവോയർ. ഇനി സിംറ്റംസിലേക്ക് വരുമ്പോൾ വെസിക്കുലർ റാഷ് വിച്ച് മേ ബി അക്കമ്പനിഡ് ബൈ ഫീവർ ആൻഡ് മലേസ്. വെസിക്കുലർ റാഷ് നമ്മൾ സ്മോൾ പോക്സിൽ പഠിച്ചു അല്ലേ? അപ്പം റാഷുകൾ പഠിച്ചു. സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. ചിക്കൻ ബോക്സിലേക്ക് വരുമ്പോൾ വെസിക്കുലർ റാഷ് ആണ് വിച്ച് മേ ബി അക്കമ്പനിഡ് ബൈ ഫീവർ ആൻഡ് മലേസ്. പനിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ റാഷുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് വരുമ്പോൾ വൈറസ് പ്രസന്റ് ദി ഓറോഫാരിംഗൽ സെക്രീഷൻസ് ആണ്. വൈറസ് വരുന്നത് ഓറോഫാരിംഗൽ സെക്രീഷൻസ്, സ്കിൻ ലീഷൻ ആൻഡ് മ്യൂക്കോസ ഓഫ് ദി കേസ്. ആ അസുഖബാധിതരായിരിക്കുന്ന വ്യക്തിയുടെ ഓറോഫാരിംഗൽ സെക്രീഷൻസിലും അതുപോലെ തന്നെ സ്കിൻ ലീഷനിലും അതുപോലെ തന്നെ മ്യൂക്കോസയിലും ആണ് ഈ വൈറസ് ഉണ്ടായിരിക്കുക. ഇനി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് ചിക്കൻ ബോക്സ് സ്പ്രെഡ് ആവുന്നത്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് ചിക്കൻ ബോക്സ് ഇത് വരുന്നത്. പേഴ്സൺ ടു പേഴ്സൺ ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഓക്കെ, അത് ഷോർട്ടായിട്ടുള്ള പോയിന്റുകളാണ് ഇപ്പോൾ വായിക്കുന്നത്. ഇനി അതിൻ്റെ പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി പറയുന്നത് 1 to 2 days ബിഫോർ അപ്പിയറൻസ് ഓഫ് റാഷ് ആൻഡ് 4 to 5 days ദെയർ ആഫ്റ്റർ. എങ്ങനെയാണ്? 1 മുതൽ 2 ദിവസം മുന്നേ, റാഷ് അപ്പിയർ ചെയ്യുന്നതിൻ്റെ 1 മുതൽ 2 ദിവസം മുന്നേയും അതിനുശേഷം 4 മുതൽ 5 ദിവസത്തിന് ശേഷവുമാണ് ചിക്കൻ ബോക്സ് മറ്റുള്ള ആളിലേക്ക് പകരുന്നത്. പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി 1 മുതൽ 2 ദിവസം മുന്നേയും, റാഷ് വരുന്നതിൻ്റെ 1 മുതൽ 2 ദിവസം മുന്നേയും, അത് റാഷ് വന്നു കഴിഞ്ഞ് അതിൻ്റെ 4 ദിവസം മുതൽ 5 ദിവസം വരെ അതിന് ശേഷവുമാണ് ഈ ചിക്കൻ ബോക്സ് മറ്റുള്ള ആൾക്ക് സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ചിക്കൻ ബോക്സിന് അതിൻ്റെ ഡ്രഗ് വൈറസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. VZIG എന്ന് പറയും. അതാണ് ചിക്കൻ ബോക്സിന് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് വരുന്നത്. അത് ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. IM ഇഞ്ചക്ഷനാണ്. ഡോസ് കൊടുത്തിട്ടുണ്ട്. 12.5 യൂണിറ്റ് ആണ് പെർ 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന്. 12.5 യൂണിറ്റ്സ് ആണ് കൊടുക്കുന്നത്. വെയിറ്റ് അപ് ടു എ മാക്സിമം 625 യൂണിറ്റ്, 625 യൂണിറ്റ് വരെയാണ് മാക്സിമം ഡോസ് വരുന്നത്. വിത്ത് എ റിപ്പീറ്റഡ് ഡോസ് ഓഫ് 3 weeks, 3 ആഴ്ച തുടരെയുള്ള ഡോസുകളായിട്ടാണ് ഈ IM ഇഞ്ചക്ഷൻ, ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. വൈറസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ വാക്സിൻ്റെ പേരാണ് ലൈവ് ആറ്റിനേറ്റഡ് വൈറസെല്ല വൈറസ് വാക്സിൻ ആണ് ഈ നമ്മൾ ഈ ചിക്കൻ ബോക്സിൻ്റെ എതിരായിട്ടുള്ള വാക്സിനേഷനിൽ കൊടുക്കുന്നത്. റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻസ് ബിറ്റ്വീൻ 12 to 18 years ഓഫ് ഏജ് ഹു ഹാവ് നോട്ട് ഹാഡ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് വരാത്ത കുട്ടികൾക്കാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. 12 മുതൽ 18 മാസം പ്രായമുള്ള കുട്ടികൾക്കാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്.
അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇപ്പോൾ ചിക്കൻ പോക്സിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് ചിക്കൻ പോക്സിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുമ്പോൾ ചിക്കൻ പോക്സിനകത്ത് നമുക്ക് അപ്പം ചിക്കൻ പോക്സിൻ്റെ ഏജൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഹോസ്റ്റ് ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏജ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. അത് പ്രൈമർലി എമോങ് ചിൽഡ്രൻസ് അണ്ടർ 10 years ഓഫ് ഏജ് ആണ് പറയുന്നത്. 10 വയസ്സിന് താഴെയുള്ളവർക്കാണ് പെട്ടെന്ന് വരാൻ സാധ്യത ഹോസ്റ്റ് ഫാക്ടറിൽ വരുന്നത്. ചിൽഡ്രൻസ് അണ്ടർ 10 years ഓഫ് ഏജ്. ഇനി ഇമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴോ 1 attack ഗീവ്സ് ഡ്യൂറബിൾ ഇമ്മ്യൂണിറ്റി. സെക്കൻഡ് അറ്റാക്ക് റേറ്റ് ഈസ് റയർ ആയിട്ടാണ് വരുന്നത്. ഒരു തവണ ചിക്കൻ ബോക്സ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് അറ്റാക്ക് വരാൻ സാധ്യത കുറവാണ്. അപ്പം അതോട് കൂടിയിട്ട് തന്നെ ആ ഒരു ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി നേടിയിരിക്കും, ശരീരം ഇമ്മ്യൂണിറ്റി നേടിയിരിക്കും. ഇനി സെക്കൻഡറി അറ്റാക്കിൻ്റെ സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്കിപ്പം ഇതിനകത്ത് ഇപ്പം ഫസ്റ്റിലെ പറഞ്ഞല്ലേ നമ്മളതിൻ്റെ സെക്കൻഡറി അറ്റാക്കിൻ്റെ നമ്മൾ ഏജൻറ്റ് ഫാക്ടറിൽ വരുന്നത് എന്താ പറയുന്നത്, വാരിസെല്ല ഈസ് ഹൈലി കണ്ടേജിയസ് ഡിസീസ് വിത്ത് സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഓഫ് അപ്രോക്സിമേറ്റ് 85% പറയുന്നുണ്ട്. റേഞ്ച് 61% to 100% വരുന്നുണ്ട്. സസെപ്റ്റബിൾ ഹൗസ് ഹോൾഡ് കോണ്ടാക്റ്റിലാണ് അത്തരം വരുന്നത്. സസെപ്റ്റബിൾ ഹൗസ് ഹോൾഡ് കോണ്ടാക്റ്റുകളിലാണ് അത്തരം സെക്കൻഡറി അറ്റാക്ക് റേറ്റ് വരുന്നത്. അതിൻ്റെ ഏജൻറ്റ് ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ ഇമ്മ്യൂണിറ്റി റേറ്റ് ഒരു അറ്റാക്കിൽ തന്നെ 1 attack ഗീവ്സ് ഡ്യൂറബിൾ ഇമ്മ്യൂണിറ്റി. സെക്കൻഡ് അറ്റാക്ക് റേറ്റ് ഈസ് റയറായിട്ടാണ് സെക്കൻഡ് അറ്റാക്ക് ഉണ്ടാവുകയുള്ളൂ. അത്രയും ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിലാകുമ്പോൾ ചിക്കൻ ബോക്സ് വന്നാൽ എന്താണ് അതിൻ്റെ ഇത് വരുന്നത്, ഇൻഫെക്ഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി പ്രസൻറ്റ് റിസ്ക് ഓഫ് ഫീറ്റസ് ലീഡിങ് ടു കൺജനിറ്റൽ വാരിസെല്ല സിൻഡ്രോം. കൺജനിറ്റൽ വാരിസെല്ല സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പോവാൻ സാധ്യതയുണ്ട് പ്രഗ്നൻസി സമയത്ത് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നേരത്തെ പെർസെൻറ്റേജ് ആണ് ഉള്ളത്. 0 to 2% ഇത്തരം പ്രഗ്നൻസി ടൈമിൽ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ, കൺജനിറ്റൽ വാരിസെല്ല സിൻഡ്രോം ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി ഓരോ അസുഖങ്ങളും പഠനം പ്രത്യേക എൻവയോൺമെൻ്റലായിട്ടുള്ള സീസണുകളായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ചിക്കൻ ബോക്സും വരുന്നതും ഒരു സീസണൽ ട്രെൻഡ് തന്നെയാണ് പറയുന്നത്. ആ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോഴാണ് ആ ട്രെൻഡ് ഉണ്ടാകുന്നത്. എങ്ങനെ വരുന്നത്, ചിക്കൻ ബോക്സ് ഷോസ് എ സീസണൽ ട്രെൻഡ് ഇൻ ടെമ്പറേച്ചർ സെറ്റിംഗ് ആൻഡ് ഇൻ മോസ്റ്റ് ട്രോപ്പിക്കൽ സെറ്റിംഗ് വിത്ത് പീക്ക് ഇൻസിഡൻസ് ഡ്യൂറിങ് വിൻ്റർ ആൻഡ് സ്പ്രിംഗ് or in coolest and driest month of tropics period. Large outbreak occur in the inter-epidemic cycle of 2 to 5 years. 2 മുതൽ 5 വർഷത്തിനിടയിൽ ഒരു ഇന്റർ എപ്പിഡമിക് സൈക്കിളായിട്ടാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഏത് സമയത്താണ് ഇതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്, ഇൻസിഡൻസ് ഡ്യൂറിങ് വിൻ്റർ ആൻഡ് സ്പ്രിംഗ് അതിൻ്റെ ആ ഒരു ടൈമിലാണ് കൂടുതലും സാധ്യത ഉള്ളത്. ഓർ കൂളസ്റ്റ് ആൻഡ് ഡ്രയസ്റ്റ് മന്ത് ഓഫ് ദി ട്രോപ്പിക്സിൻ്റെ തണുത്ത സമയങ്ങളിലും ചിക്കൻ ബോക്സ് പടരാൻ സാധ്യതയുണ്ട് അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ. ഇനി നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വരുമ്പോൾ 2 സ്റ്റേജ് വഴിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ പറഞ്ഞല്ലേ, ഇതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമുക്കിതിൻ്റെ ക്ലിനിക്കൽ കോഴ്സിൻ്റെ ചിക്കൻ ബോക്സിൻ്റെ 2 സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രീ എറപ്റ്റീവ് സ്റ്റേജും ഉണ്ട്, അതുപോലെ തന്നെ എറപ്റ്റീവ് സ്റ്റേജും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രീ എറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ഓൺസെറ്റ് ഈസ് സഡൻ വിത്ത് മൈൽഡ് ആൻഡ് മോഡറേറ്റ് ഫീവർ. ആദ്യം ഉണ്ടാവുന്നത് ചെറുതോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പനിയോ, മൈൽഡ് ഓർ മോഡറേറ്റ് കൂടിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ പനി ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ഷിവറിങ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. ഈ സമയത്ത് ഇതിന് ശേഷമാണ് ഇത് സ്റ്റേജ് വെരി ബ്രീഫ് ലാസ്റ്റിംഗ് 24 hours 24 മണിക്കൂർ ആ ഒരു അവസ്ഥ ഉണ്ടാവും. അത് മുതിർന്നവരിലാണ്
The predominant illness usually more than severe and may last for 2 to 3 days before the rash comes. റാഷസ് വരുന്നതിൻ്റെ 2 മുതൽ 3 ദിവസം വരെ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള പനിയും ശരീരവേദനയും തലവേദനയും ബാക്ക് പെയിനും ഷിവറിങ്ങും ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ അഡൽട്ടിലാണ് വരുന്നത്. ഈ റാഷസ് ഉണ്ടാവുന്നതിൻ്റെ 2 മുതൽ 3 ദിവസം മുന്നേ ഇത്തരം ഈ ഒരു സിംറ്റംസും ഉണ്ടാവും. അതാണ് പ്രീ എറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി എറപ്റ്റീവ് സ്റ്റേജിലേക്ക് വരുമ്പോഴോ അത് കുട്ടികളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻ ചിൽഡ്രൻസ് ദ റാഷ് ഈസ് ഓഫൺ ദി ഫസ്റ്റ് സൈൻ. കുട്ടികളിൽ ആദ്യം ഈ റാഷസുകളാണ് ഉണ്ടാവുക. അതാണ് എറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ആദ്യം ഈ റാഷുകളാണ് പ്രത്യക്ഷപ്പെടുക. ഇറ്റ് കംസ് ഓൺ ദി ഡേ ദി ഫീവർ സ്റ്റാർട്ട്സ്. ആ റാഷസുകൾ കണ്ടു തുടങ്ങിയ അപ്പോൾ മുതൽ കുട്ടികളിൽ പനി ഉണ്ടാവാൻ തുടങ്ങും. അതാണ് എറപ്റ്റീവ് സ്റ്റേജ്. ഓക്കെ, പരസ്പരം മാറിപ്പോരുത്. അഡൽട്ടിലാണെങ്കിൽ പനി വന്ന് റാഷസ് വരുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ തന്നെ ഈ പനിയും ശരീരവേദനയും അതേപോലെ തന്നെ മറ്റ് ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങും. അതിന് ശേഷമാണ് 2-3 ദിവസത്തിന് ശേഷമാണ് റാഷസുകൾ കാണാൻ തുടങ്ങുകയുള്ളൂ. പക്ഷെ കുട്ടികളിൽ എറപ്റ്റീവ് സ്റ്റേജ് കുട്ടികളിലേക്ക് വരുമ്പോൾ ഫസ്റ്റിലെ ഉണ്ടാവുന്നത് ഈ റാഷസുകൾ ആണ് ഫസ്റ്റിലെ കാണുന്നത്. റാഷസ് വന്നതിന് തുടങ്ങിയിട്ടാണ്, അതിനോട് കൂടി തന്നെയാണ് ഓൺ ദി ഡേ ദി ഫീവർ സ്റ്റാർട്ട്സ്. ആ റാഷസുകൾ കണ്ടു തുടങ്ങിയാൽ തന്നെ കുട്ടികളിൽ പനി സ്റ്റാർട്ട് ചെയ്യും. അതാണ് എറപ്റ്റീവ് സ്റ്റേജ് തന്നെ. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇനി ഈ എറപ്റ്റീവ് സ്റ്റേജിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഉണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, റാപ്പിഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്, അത്തരത്തിലുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ 2 സ്റ്റേജുകളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ചിക്കൻ ബോക്സിൻ്റെ 2 സ്റ്റേജുകളാണ് ഉള്ളത്, എറപ്റ്റീവ് സ്റ്റേജും പ്രീ എറപ്റ്റീവ് സ്റ്റേജും. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇപ്പം നമ്മൾ 2 അസുഖങ്ങളും ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചിക്കൻ ബോക്സ് അതേപോലെ തന്നെ സ്മോൾ ബോക്സും. ഈ 2 അസുഖങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ടിൽ ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ നമുക്ക് ഇത് എടുത്തിരിക്കുന്നത് പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് നോട്ടാണ് പറയുന്നത്. 162-ാമത്തെ പേജിലാണ് ഉള്ളത്. ഇത് പിന്നീട് ഞാനിതിൻ്റെ നോട്ടായിട്ട് വിടുന്നതാണ്. അപ്പം നമുക്ക് ഈ 2 അസുഖങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസ് എന്തൊക്കെയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോൾ പോക്സ് ആൻഡ് ചിക്കൻ പോക്സ്. ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവരുമായിട്ടും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇൻക്യുബേഷൻ പീരീഡിലേക്ക് വരുമ്പോൾ സ്മോൾ പോക്സിൽ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് അബൌട്ട് 12 days ആണ്. അത് പറയുന്നത് അതിൻ്റെ റേഞ്ച് വരുന്നത് 7 to 17 days, 7 മുതൽ 74 ദിവസമാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് സ്മോൾ പോക്സിൽ. ചിക്കൻ ബോക്സിലേക്ക് വരുമ്പോൾ അബൌട്ട് 15 days, ചിക്കൻ ബോക്സിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുമ്പോൾ അബൌട്ട് 15 days, റേഞ്ച് വരുന്നത് 7 to 21 days ആണ്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് രണ്ടിൻ്റെയും കമ്പയർ ചെയ്തിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രിഡോമിനൽ സിംറ്റംസ് ആണ് അറിയേണ്ടത്. അത് സ്മോൾ പോക്സിനകത്ത് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. ചിക്കൻ ബോക്സിനകത്ത് അത് യൂഷ്വലി ഒരു മൈൽഡ് സ്റ്റേജിലാണ് അതിൻ്റെ പ്രിഡോമിനൽ സിംറ്റംസ് കാണപ്പെടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് അതിൻ്റെ റാഷ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ സ്മോൾ പോക്സിൽ നമ്മൾ പഠിച്ചു സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷനാണ് റാഷസ് ഉണ്ടാവുക. സ്മോൾ പോക്സിൻ്റെ റാഷിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെൻട്രിഫ്യൂഗലായിട്ടാണ് ഉണ്ടാവുക. ചിക്കൻ ബോക്സിലേക്ക് വരുമ്പോൾ അത് സെൻട്രിപിറ്റലായിട്ടാണ് അതിൻ്റെ റാഷ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഇനി സ്മോൾ പോക്സിൽ അതിൻ്റെ നമുക്ക് എവിടെയൊക്കെയാണ് അതിൻ്റെ റാഷസുകൾ കാണപ്പെടുന്നത്? ആദ്യം നമുക്ക് കൈകളിലുണ്ടാവും. ആൻഡ് സോൺലി ഫ്രീക്വൻ്റ്ലി ഇൻവോൾവ്ഡ് പാംസ് ആണ്, കൈവെള്ളകളിലും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. ആക്സില യൂഷ്വലി ഫ്രീ, ആക്സിലയിൽ ഫ്രീ ആയിരിക്കും സ്മോൾ പോക്സിൻ്റെ റാഷസുകൾ. ഇനി റാഷസ് പ്രിഡോമിനൻ്റ് ഓൺ എക്സ്റ്റൻസർ സർഫസ് ആൻഡ് ബോണി പ്രൊമിനൻസസ്. അപ്പം റാഷസുകളുടെ സ്വഭാവം, 2 അസുഖങ്ങളിലെ റാഷസുകളുടെ സ്വഭാവങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സ്മോൾ പോക്സിൽ സെൻട്രിഫ്യൂഗലായിട്ടാണ് വരുന്നത്, ചിക്കൻ ബോക്സിൽ അത് സെൻട്രിപിറ്റലായിട്ടാണ് വരുന്നത്. ഇനി ചിക്കൻ ബോക്സിലേക്ക് വരുമ്പോൾ അത് സെൽഡം എഫക്റ്റഡ് ആണ്, ആക്സിലയും എഫക്റ്റ് ആവും. അത് റാഷസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഓൺ ഫ്ലെക്സർ സർഫസിലാണ് വരുന്നത് റാഷസുകൾ. ഇനി അതിൻ്റെ ആ റാഷസുകളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വരുമ്പോൾ അതിൻ്റെ റാഷസിൻ്റെ നമ്മളിപ്പോൾ റാഷസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കിയത്.
സെൻട്രിഫ്യൂഗിലും ചിക്കൻ പോക്സിൽ സെൻട്രിപിറ്റിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പയർ ചെയ്ത് നോക്കി. ഇനി അതിൻ്റെ സവിശേഷതകൾ, ആ റാഷസുകളുടെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ സ്മോൾ പോക്സിൽ ഡീപ്പായിട്ടാണ് അതിൻ്റെ സീറ്റിംഗ് ഉണ്ടാവുക. ഡീപ്പ് സീറ്റഡ് റാഷസുകളാണ് ഉണ്ടാവുക. ഓക്കെ, ഡീപ്പ് സീറ്റഡ് റാഷസ് ആണ് സ്മോൾ പോക്സിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ വെസിക്കിൾ മൾട്ടി കളർ ആൻഡ് അംപ്ലിക്കേറ്റഡ് ആണ്. അത് നമുക്കത് ഫസ്റ്റിലേ നമുക്ക് കാണാം, ഒരു റെഡിഷ് കളറായിട്ടാണ് വരിക. അത് ഒരുപാടുണ്ടെങ്കിൽ അതൊരു പാച്ച് ആയിട്ടാണ് ആദ്യം കാണുക. ഇനി അതിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓൺലി വൺ സ്റ്റേജ് ഓഫ് റാഷ് മേ ബി സീൻ അറ്റ് വൺസ് ടൈം. ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഒരു റാഷ് മാത്രമാണ് അതിന് കാണുകയുള്ളൂ സ്മോൾ പോക്സിനകത്ത്. ഇനി ചിക്കൻ പോക്സിലേക്ക് വരുമ്പോൾ റാഷസുകളുടെ സ്വഭാവം പറയുമ്പോൾ അത് സൂപ്പർഫിഷ്യലായിട്ടാണ് റാഷസുകൾ ഉണ്ടാവുക. സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ പുറം ഭാഗങ്ങളിൽ മാത്രമായിട്ടാണ് അതിൻ്റെ റാഷസുകൾ ഉണ്ടാവുക. ഇനി യുണീക്ക് കളറായിരിക്കും, ഡ്യൂ ഡ്രോപ്പ് ലൈക്ക് അപ്പിയറൻസ് ആണ് അതെന്ന് പറയുന്നത്. യുണീക്ക് കളർ, ഡ്യൂ ഡ്രോപ്പ് ലൈക്ക് അപ്പിയറൻസ് ആണ് ചിക്കൻ ബോക്സിൻ്റെ റാഷസുകൾ ഉണ്ടാവുക. ഇനി അതിൻ്റെ കുറച്ചുകൂടി പറയുമ്പോൾ റാഷസ് പ്ലിയോമോർഫിക് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഡിഫറൻറ്റ് സ്റ്റേജ് ഓഫ് റാഷ് എവിഡൻറ്റ് അറ്റ് വൺ ഗിവൺ ടൈം ബിക്കോസ് ദ റാഷ് അപ്പിയർ ഇൻ സക്സസീവ് ക്രോപ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം റാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലിയോമോർഫിക് ആയിട്ടാണ് റാഷ് ചിക്കൻ ബോക്സിനകത്ത് കാണപ്പെടുന്നത്. അപ്പോൾ റാഷസുകളുടെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. ഇനി അതിൻ്റെ ഇപ്പം സ്മോൾ പോക്സിൻ്റെ ഏരിയ, നോ ഏരിയ ഓഫ് ഇൻഫ്ലമേഷൻ ഈസ് സീൻ അറൗണ്ട് ദി വെസിക്കിൾ. വെസിക്കിളിനകത്ത് ഇൻഫ്ലമേഷൻ്റെ ഏരിയ വിസിബിൾ ആയിരിക്കില്ല. ഇനി ചിക്കൻ ബോക്സിലേക്ക് വരുമ്പോൾ എൻ ഏരിയ ഇൻ ഇൻഫ്ലമേഷൻ ഈസ് സീൻ അറൗണ്ട് ദി വെസിക്കിൾ. ആ വെസിക്കിളിനകത്ത് ആ ഏരിയ കൃത്യമായിട്ട് കാണപ്പെടും. ചിക്കൻ ബോക്സിൻ്റെ റാഷൻ നമുക്ക് അസുഖമാരെ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പലരിലും നമുക്ക് ഈ അസുഖം വന്നു പോയാലും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ആ റാഷസ് വന്നതിൻ്റെ പാടുകൾ അത് ഇപ്പോഴും അവരുടെ ശരീരത്തിനകത്തേക്ക് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ സവിശേഷതകൾ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് എവല്യൂഷൻ ഓഫ് റാഷ് ആണ്. എങ്ങനെയാണ് എവല്യൂഷൻ, റാഷസുകളുടെ എവല്യൂഷൻ എങ്ങനെയാണ്? സ്മോൾ പോക്സിൽ വരുമ്പോൾ എവല്യൂഷൻ ഓഫ് റാഷ് ഈസ് സ്ലോ ആണ്, വളരെ പതുക്കെയാണ് എവല്യൂഷൻ നടക്കുകയുള്ളൂ. ഡെലിബറേറ്റഡ് ആൻഡ് മെജസ്റ്റിക് പാസിംഗ് ത്രൂ ഡെഫിനിറ്റ് സ്റ്റേജ് ഓഫ് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ ആൻഡ് പെസ്റ്റൂൾ. ആ ഒരു സ്റ്റേജിൽ പതുക്കെയാണ് ആ സ്റ്റേജുകളിലേക്ക് അതിൻ്റെ എവല്യൂഷൻ ഉണ്ടാവുള്ളൂ, അതിൻ്റെ വളർച്ച ഉണ്ടാവുള്ളൂ. അതിൻ്റെ നമുക്കത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പം സ്മോൾ പോക്സിനകത്ത് വളരെ സ്ലോ ആയിട്ടാണ്. ചിക്കൻ പോക്സിലേക്ക് വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഈ റാഷസിൻ്റെ എവല്യൂഷൻ ഉണ്ടാവുക. എവല്യൂഷൻ ഓഫ് റാഷ് വെരി റാപ്പിഡ്, വളരെ പെട്ടെന്നാണ് ചിക്കൻ പോക്സിലെ റാഷുകൾ ഉണ്ടാവുന്നത്. ഇനി സ്മോൾ പോക്സിൽ അതിൻ്റെ സ്കാബ്സ് ബിഗിൻ ഫ്രം 10 to 14 days ആഫ്റ്റർ ദി റാഷ് അപ്പിയർ. സ്കാബുകൾ ഉണ്ടാവുന്നത് റാഷസ് അതിൻ്റെ ആ സ്റ്റേജുകളിലേക്ക് മാറി മാക്യൂൾ, പാപ്യൂൾ, അതേപോലെ തന്നെ വെസിക്കിൾ, പസ്റ്റൂൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നീട് അതിൻ്റെ ഇത് വരുന്നത്, സ്കാബ് വരുന്നത്. ആ സ്കാബ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? 10 മുതൽ 14 ദിവസത്തിന് ശേഷമാണ്. റാഷസ് ഉണ്ടായതിന് 10 മുതൽ 14 ദിവസത്തിന് ശേഷമാണ് സ്മോൾ പോക്സിൽ സ്കാബുകൾ ഉണ്ടാവുന്നത്. ചിക്കൻ പോക്സിലേക്ക് വരുമ്പോൾ സ്കാബ് ബിഗിൻ ഫ്രം 4 to 7 days ആഫ്റ്റർ ദി റാഷ് അപ്പിയർ. ചിക്കൻ പോക്സിലേക്ക് വരുമ്പം റാഷസ് ഉണ്ടായതിന് 4 മുതൽ 7 ദിവസത്തിനകം തന്നെ സ്കാബുകൾ കാണപ്പെടാൻ തുടങ്ങും. ഓക്കെ, ഇനി അപ്പം സ്കാബുകളുടെ അതിൻ്റെ എവല്യൂഷൻ, റാഷിൻ്റെ എവല്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. 6ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ഫീവറാണ്, പനി. എപ്പോഴാണ് പനി തുടങ്ങുന്നതാണ്? സ്മോൾ പോക്സിൽ പനി കാണപ്പെടുന്നത് ഫീവർ സബ്സൈഡ് വിത്ത് ദി അപ്പിയറൻസ് ഓഫ് റാഷ് ബട്ട് മേ റൈസ് അഗെയിൻ ഇൻ ദി പസ്റ്റ്യൂൾ സ്റ്റേജ്, സെക്കൻഡറി റൈസ് ഓഫ് ഫീവർ. 2 തവണ നമുക്ക് പനി കൂടുതലായിട്ട് കാണപ്പെടും അല്ലേ സ്മോൾ പോക്സിൽ വരുമ്പോൾ. ഫീവർ സബ്സൈഡ് വിത്ത് ദി അപ്പിയറൻസ് ഓഫ് റാഷസ് വരുമ്പോഴും ഉണ്ടാവും, അതുപോലെ തന്നെ ബട്ട് മേ റൈസ് അഗെയിൻ ഇൻ ദി പസ്റ്റ്യൂളാർ സ്റ്റേജ്. പസ്റ്റ്യൂൾസ് ആവുമ്പോൾ, ഈ റാഷുകൾ പസ്റ്റ്യൂൾ ആവുമ്പോൾ വീണ്ടും പനി കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിക്കൻ ബോക്സിലേക്ക് വരുമ്പോഴോ ടെമ്പറേച്ചർ റൈസ് വിത്തിൻ ദി ഈച്ച് ഫ്രഷ് ക്രോപ്പ് ഓഫ് റാഷ്. ഓരോ റാഷുകൾ വരുമ്പോഴും ചിക്കൻ ബോക്സിനകത്ത് ടെമ്പറേച്ചർ കൂടി വരും. അതാണ് ഈ ഫീവറിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഈ രണ്ട് അസുഖങ്ങളുടെയും വ്യത്യാസങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഈ അസുഖങ്ങളെക്കുറിച്ച്
അതിൻ്റെ മേജറായിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം രണ്ട് അസുഖങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റുകളാണ്. നമുക്ക് എളുപ്പം ഓർത്തെടുത്ത് എളുപ്പം പഠിച്ച് ഓർത്ത് വെക്കാൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. 2 അസുഖങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. പോയിന്റുകളൊക്കെ നോട്ട്സിൽ നിന്ന് സ്വന്തമായിട്ട് നോട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ടുകൾ തയ്യാറാക്കുക. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതേപോലെ തന്നെ അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്തൊരു അസുഖത്തിൻ്റെ ക്ലാസ്സുകളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.